Hello, good morning. Today we are going to discuss a problem on mesh analysis. This is a very important university question which was asked for our KTU examination. അതായത് KTUവിൻ്റെ 2017 ജനുവരി 2017 ഡിസംബർ 2019 ലാസ്റ്റ് നടന്ന സപ്ലിമെൻ്ററി പരീക്ഷയിലും ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. പുതിയ സ്കീമിലും ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതും മെഷ് അനാലിസിസിനെ കുറിച്ചാണ്. അപ്പം വി വർ ഡിസ്കസിങ് ഓൺ ദ മാക്സ്വെൽസ് മെഷ് കറണ്ട് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ഫോളോഡ്. ഞാൻ പറഞ്ഞു മെയിനായിട്ട് 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മെഷസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓരോ മെഷ് കറണ്ടിനും അതിൻ്റേതായ ഡയറക്ഷൻ അസ്യൂം ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച മെഷസിനകത്ത് കിർച്ചോഫ്സ് വോൾട്ടേജിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര മെഷ് ഉണ്ടോ അത്ര ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ആ ഇക്വേഷനെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ V = IR എന്ന് പറഞ്ഞ ഫോമിൽ എഴുതും. എന്നിട്ട് V = IR എന്ന് പറയുമ്പോൾ ആ I തന്നെ പല മെഷ് കറണ്ടില്ലേ, അപ്പോൾ I1 I2 I3, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എഴുതും. I1 I2 I3 അങ്ങനെ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്ത് മെട്രിക്സ് ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. മെട്രിക്സ് ഫോമിൽ എക്സ്പ്രസ് ചെയ്തതിനെ നമ്മൾ ഡിറ്റർമിനൻ്റ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആ മെട്രിക്സിനെ സോൾവ് ചെയ്ത് മെഷ് കറണ്ടിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മാക്സ്വെൽസ് മെഷ് കറണ്ട് മെത്തേഡ് അല്ലെങ്കിൽ മെഷ് അനാലിസിസ് മെത്തേഡ്. ഓക്കെ, അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ഡിസംബർ 2019 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ ജാനുവരി 2017 നടന്ന എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് യൂസിങ് മെഷ് അനാലിസിസ്. ഓരോ ബ്രാഞ്ചിലുമുള്ള കറണ്ടിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ആലോചിച്ചോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യം സ്റ്റെപ്പ് 1 എത്ര മെഷസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അറിയാമല്ലോ എത്ര മെഷസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇതൊരു മെഷാണ്, ഇതൊരു മെഷാണ്, ഇതൊരു മെഷാണ്. ഓക്കെ, അപ്പോൾ ലൂപ്സ് എത്രയുണ്ട്? ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൂപ്പ്, സെക്കൻഡ് ലൂപ്പ്, തേർഡ് ലൂപ്പ്, പിന്നെ ഇതാ ഇങ്ങനെ ഒരു ലൂപ്പ്, ഫോർത്ത് ലൂപ്പ്, പിന്നെ ഇതാ ഇങ്ങനെ ഒരു ലൂപ്പ്, ഫിഫ്ത്ത് ലൂപ്പ്, പിന്നെ ഒരു സിക്സ്ത് ലൂപ്പ്. 6 ലൂപ്പോളം പോസിബിളാണ്. അതിനകത്ത് മെഷസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ഏറ്റവും ചെറിയ ലൂപ്പിനെയാണ്, സബ് ലൂപ്സ് പാടില്ല. ഒരു ലൂപ്പിനകത്ത് ഏറ്റവും ചെറിയ പോസിബിളായിട്ടുള്ള ലൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, മെഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര മെഷുണ്ട്? 1 2 3 3 മെഷുണ്ട് കേട്ടോ. സോ നമ്പർ ഓഫ് മെഷസ് ഈസ് 3. 1 ഫസ്റ്റ് ലൂപ്പ് ഞാൻ മുകളിലത്തെ എടുക്കും, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 മെഷാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ ആ മെഷിനൊരു കറണ്ട് കൊടുക്കണം, മെഷ് കറണ്ട്. അപ്പം ഞാൻ അസ്യൂം ചെയ്യുവാണ്, ചുമ്മാ അസ്യൂം ചെയ്ത് ഫസ്റ്റ് മെഷിന് ക്ലോക്ക് വൈസ്, സെക്കൻഡ് മെഷീനും ക്ലോക്ക് വൈസ്. കാരണം ഇവിടെ എന്താ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ക്ലോക്ക് വൈസ്, ഇവിടെ നോക്കുമ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇതും ക്ലോക്ക് വൈസ്. അപ്പം ഞാൻ 3 മെഷ് കറൻസും അസ്യൂം ചെയ്തു ക്ലോക്ക് വൈസ്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ മെഷസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ മെഷ് കറണ്ടൊക്കെ ലേബൽ ചെയ്യണം. മെഷ് കറണ്ടിന് ഡയറക്ഷൻ കൊടുത്ത് ലേബൽ ചെയ്യണം. അപ്പം ഞാൻ ലേബൽ ചെയ്ത് ദിസ് ഇസ് I1, ദിസ് ഇസ് I2 ആൻഡ് ദിസ് ഇസ് I3. അങ്ങനെ 3 മെഷ് കറൻസ് ഉണ്ട്. ഇനി സ്റ്റെപ്പ് 2 എന്താണ്? ഈ കണ്ടുപിടിച്ച ഓരോ മെഷിലും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച ഓരോ മെഷിലും നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് മെഷ് ഈ മുകളിലത്തെ മെഷാണ്, അപ്പർ മെഷാണ്. നോക്കിക്കേ, ഫസ്റ്റ് മെഷിനകത്ത് ഞാൻ I1 ആണ് കൊടുത്തത്. സോ ദിസ് ഇസ് മൈ മെഷ് I1, മെഷ് കറണ്ട് I1, I2, I3. അപ്പോൾ ഫസ്റ്റ് മെഷ് എടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ 3 മെഷ് വാല്യൂസും 3 മെഷ് കറണ്ടും വേണം. കാരണം എന്താ, ഇതിനകത്ത് എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സോഴ്സസ് ഒന്നുമില്ല. സോ 0 മൈനസ് നോക്കിക്കേ, ആദ്യം വരുന്ന ഈ 20 ഓം, 20 ഓമിൽ കൂടെ വരുന്ന കറണ്ട് I1 -20 I1
പിന്നെ നെക്സ്റ്റ് ഇതാ വരുന്നത് 40 വരുമ്പോൾ എന്താ, ഏത് കറണ്ടിനാ പ്രയോറിറ്റി? ഈ ലൂപ്പിലെ കറണ്ടിനാണ് പ്രയോറിറ്റി. ഇത് എൻ്റർ ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യും? ഒരു ഡോട്ട് ഇട്ട് നോക്കും. അപ്പോൾ എത്ര? I1 എൻ്റർ ചെയ്യുന്നത് ഈ സൈഡിൽ കൂടെ, ടെർമിനൽ ഇ കൂടാണ് I1 എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നോക്കണം, ഇത് ഏതാ? I3 I3 ലീവ് ചെയ്യുന്നതാണ് ടെർമിനൽ ഇ കൂടെ. രണ്ടും ഓപ്പോസിറ്റ് സൈഡാണ്, സൈനാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? I1 മൈനസ് I3 ഇൻറ്റു 40 ഓം. അതേപോലെ തന്നെ ഇവിടെയും നോക്കണം, 30 ഓമിൽ കറണ്ട് എൻ്റർ ചെയ്യുന്ന എച്ച് ടെർമിനലിൽ കൂടെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ എച്ച് ടെർമിനലിൽ കൂടെ ആണോ നമ്മളുടെ I2 കറണ്ടും എൻ്റർ ചെയ്യുന്നത്? അല്ല, I2 ലീവ് ചെയ്യുന്നതാണ് എച്ച് ടെർമിനലിൽ കൂടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 30 ഇൻറ്റു ദിസ് I1 മൈനസ് I2 എന്ന് എടുക്കണം. ചെക്ക് ചെയ്യാം. ഇതാ നോക്കിക്കേ, ആദ്യം ഫസ്റ്റ് ലൂപ്പ് ഞാൻ എടുത്തു. ഈ ഫസ്റ്റ് ലൂപ്പ് അല്ല, ഫസ്റ്റ് മെഷിലെ കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുകയാണെ. കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സസ് ഒന്നും ഇല്ല. എക്സ്റ്റേണൽ സോഴ്സസ് ഇല്ലാത്ത കൊണ്ട് 0 മൈനസ് 20 ഓമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 20 ഓമിൽ കൂടെ I1 മാത്രമേ ഉള്ളൂ. മൈനസ് 20 I1, ഇനി 40. അപ്പം മൈനസ് 40 ഇൻറ്റു ഏതൊക്കെ കറണ്ടാണ്? I1ഉം ഫ്ലോ ചെയ്യുന്നുണ്ട്, I3യും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡോട്ട് ഇട്ട് നോക്കുക. I1 എൻ്റർ ചെയ്യുന്നത് ഈ ടെർമിനലിൻ്റെ അതിലേക്കൂടെയാണ്. I3 ലീവ് ചെയ്യുന്നതാണ് ഈ ടെർമിനൽ. അതായത് I1ഉം I3യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് മെഷ് ആയതുകൊണ്ട് ഫസ്റ്റ് മെഷിന് ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ട് I1 മൈനസ് I3 എന്ന് എടുത്തു. അതാണ് 40 ഇൻറ്റു I1 മൈനസ് I3. ഇനി കംപ്ലീറ്റ് ചെയ്യണ എന്താ? ഈ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഡ്രോപ്പ്. സോ മൈനസ് 30 ഇൻറ്റു ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I1ഉം I2ഉം ആണ്. അപ്പോൾ I1 എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൂടെയാണ് I1 എൻ്റർ ചെയ്തപ്പോൾ എച്ച് ടെർമിനലിൽ കൂടെ, അല്ല അതാ ഈ ഡോട്ടിൽ കൂടെയാണ് I1 എൻ്റർ ചെയ്തത്. പക്ഷെ I2 ലീവ് ചെയ്യുന്നതാണ് ഡോട്ടിൽ കൂടെ. ഓക്കെ, ആരോടെ ഡയറക്ഷൻ അല്ല നോക്കണ്ടേ, കറണ്ട് എൻ്റർ ചെയ്യുന്ന. ഇപ്പം നോക്കുമ്പോൾ ആരോ നോക്കുമ്പോൾ രണ്ടും ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞ് പ്ലസ് എടുക്കല്ലേ. ഈ ഒരു റെസിസ്റ്റൻസ്, അതിനാ ഞാൻ ഈ മെത്തേഡ് പറഞ്ഞു തന്നെ. എന്നാ, ഈ റെസിസ്റ്റൻസിൽ ഏത് ലൂപ്പാണോ ആ ലൂപ്പിലെ കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്ത് നമ്മളൊരു ഡോട്ട് വെച്ച് നോക്കുക. അതാ ഞാനിവിടെ ഒരു ഡോട്ട് വെച്ച് നോക്കി, ഒരു പോയിന്റർ. അപ്പം I1 എൻ്റർ ചെയ്യുന്നത് എച്ച് ടെർമിനലിൽ കൂടെ വന്ന് 30 ഓമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പം I2 എങ്ങനെയാണ്? പക്ഷെ I2 നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. എങ്ങനെയാണ്? ബി ടെർമിനലിൽ കൂടെ വന്നിട്ടാണ് 30യിൽ എൻ്റർ ചെയ്യുന്നത്. നേരത്തെ എൻട്രിങ് പോയിന്റ് ആണ് I2വിൻ്റെ ലീവിങ് പോയിന്റ്. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏത് ലൂപ്പാണ് എടുക്കുന്നത്? ഫസ്റ്റ് ലൂപ്പ് അല്ലെ, ഫസ്റ്റ് മെഷ് ആയതുകൊണ്ട് I1 മൈനസ് I2 എന്ന് എടുക്കണം. അതുകൊണ്ടാണ് I1 മൈനസ് I2 എന്ന് എടുത്തത്. എന്നിട്ട് ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴേ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഈ മൈനസ് എല്ലായിടത്തും മൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ മൈനസിനെ അങ്ങ് മാറ്റിയത്. അപ്പം 20 I1 പ്ലസ് 40 I1. ഇതെന്താ? മൈനസും കൂടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ പ്ലസ് ആയില്ലേ. അപ്പം പിന്നെ എന്നാ? മൈനസ് 40 I3, പിന്നെ ഇത് പ്ലസ് ആയി. അപ്പം പ്ലസ് 30 I1 മൈനസ് 30 I2 ഇസ് ഈക്വൽ ടു 0. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഞാൻ പറഞ്ഞായിരുന്നേ, I1 I2 I3 എന്ന് 3 എണ്ണം ഉണ്ട്. I1ൻ്റെ കോഎഫിഷ്യൻസ് ആദ്യം, I2വിൻ്റെ കോഎഫിഷ്യൻസ് നെക്സ്റ്റ്, I3 അതിനെ ഫോളോ ചെയ്യണം. അപ്പോൾ എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുമില്ല, സോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇസ് ഈക്വൽ ടു I1ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാ? 40 പ്ലസ് 40 60 പ്ലസ് 30 90. കണ്ടോ? 90 I1 മൈനസ് എന്താ? 30 I2 മൈനസ് 40 I3. എന്താ? 90 I1 മൈനസ് 30 I2 മൈനസ് 40 I3. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ തന്നെ വി ഹാവ് ടു ഫൈൻഡ് ഫോർ മെഷ് 2. അപ്പോൾ മെഷ് 2വിൻ്റെ എങ്ങനെ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? മെഷ് 2 എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ 2, മെഷ് 2. അപ്പോൾ ഇതിന് ഞാൻ കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുവാണേ. മെഷ് 2വിന് എങ്ങനെയാണ്? കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ I1 ഉണ്ട്, ഇവിടെ I2 ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് സോഴ്സ് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്താ? 100 പ്ലസ്സിൽ നിന്നാണ് പോകുന്നത്, അതുകൊണ്ട് പ്ലസ് 100 എന്ന് എടുത്തത്. പ്ലസ് 100 മൈനസ് 60 ഇൻറ്റു ഇതിലേക്കൂടെ I2 കറണ്ട് മാത്രമേ ഉള്ളൂ. മൈനസ് 60 I2 മൈനസ് 30 ഇൻറ്റു ഇപ്പം ലൂപ്പ് 2വിലാണ് എടുക്കുന്നത്. അപ്പം 2വിന് പ്രയോറിറ്റി കൊടുക്കണം ഇല്ലേ? അപ്പം I2 മൈനസ് I1 മൈനസ് 30 ഇൻറ്റു I2 മൈനസ് I1 മൈനസ് 50 ഇൻറ്റു ഏതാ? I2 മൈനസ് I3
-20 is equal to 0. നോക്കിക്കേ, ഒന്നുകൂടെ പറഞ്ഞു തരണോ? സെക്കൻഡ് മെഷിൻ്റെ ആണ് എടുക്കുന്നത്. സെക്കൻഡ് മെഷിൻ്റെ എടുക്കുമ്പോൾ വി മൈനസ് ഐ ആർ ഇസ് ഈക്വൽ ടു 0 എന്ന് ഓർത്തോണം എപ്പോഴും. അപ്പം വി മൈനസ് ഐ ആർ, വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ഒക്കെ പോസിറ്റീവും, ഐ ആർ അതായത് ഡ്രോപ്പ് ഒക്കെ നെഗറ്റീവും, റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ളതൊക്കെ നെഗറ്റീവും എടുക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കും, ഇവിടെ പോസിറ്റീവ്. ഇനി ഇത് കൂടാതെ വോൾട്ടേജ് സോഴ്സ് ഒക്കെ പോസിറ്റീവായിട്ടാണ് എടുക്കണ്ടേ. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ നോക്കും, കറണ്ട് ലീവ് ചെയ്യുന്ന ടെർമിനൽ അനുസരിച്ചായിരിക്കും വരിക. അപ്പം ഇവിടെ നോക്കിക്കേ, പ്ലസ് ആണ് എടുത്തത്, പ്ലസ്സിൽ നിന്ന് തന്നെയാണ് ലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് 100 കണ്ടോ, അതുകൊണ്ടാണ് ഇവിടെ 100 കൊടുത്തേക്കുന്നത്. 100 മൈനസ് 60 ഇൻറ്റു, ഇതിലെ കൂടെ I2 മാത്രമേ ഉള്ളൂ, അതാണ് -60 ഇൻറ്റു I2. കണ്ടോ, -60 ഇൻറ്റു I2. പിന്നെ ഇവിടെ വന്നേ, ഇനി 30 ഓമാ. 30 ഓമിൻ്റെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ്? 30 ഓമിൽ കൂടെ I2വും ഫ്ലോ ചെയ്യുന്നുണ്ട്, I1ഉം ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 30 ഓമിൽ I2 അല്ലേ, മെഷ് 2 അല്ലേ. അപ്പോൾ മെഷ് 2 ആകുമ്പോൾ എന്ത് ചെയ്യും? I2ന് പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ I2 30 ഓമിൽ കൂടെ ബി ടെർമിനലിൽ കൂടെ എൻ്റർ ചെയ്യുന്നു. അപ്പം I2 ബി ടെർമിനലിൽ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ I1 നോക്കിക്കേ, ഷടാ I1 നേരെ തിരിച്ചാ ലീവ് ചെയ്യുന്ന ബി ടെർമിനലിൽ കൂടെ, ഓപ്പോസിറ്റാ. അപ്പം എന്ത് ചെയ്യണം? I2 മൈനസ് I1, സോ -30 ഇൻറ്റു, കണ്ടോ, -30 ഇൻറ്റു I2 മൈനസ് I1. ഇനി എന്ത് ചെയ്യണം? ഇതായി ഇനി 50യുടെ എങ്ങനെയാ? -50 ഇൻറ്റു, ഇവിടെയും എന്താ, മേളിൽ നിന്ന് താഴോട്ട് I2 എൻ്റർ ചെയ്യുന്നത്, പക്ഷെ I3 താഴേന്ന് മേളിലോട്ടാണ്, രണ്ടും ഓപ്പോസിറ്റിലാണ് 50 ഓമിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യണം? I2 മൈനസ് I3. അപ്പം നോക്കിക്കേ, -50 ഇൻറ്റു I2 മൈനസ് I3. ഇനി ഇതാ ഇവിടെ ഒരു സോഴ്സും കൂടെ കിടപ്പുണ്ട്. അതിൻ്റെ എങ്ങനെയാ? സോഴ്സസ് ഒക്കെ പോസിറ്റീവാണ്, പക്ഷെ ലീവിങ് എൻ്റെ മൈനസ് ആയതുകൊണ്ട് മൈനസ് എടുക്കുന്നു. -20 ഇസ് ഈക്വൽ ടു 0. കണ്ടോ, ഈ ഇക്വേഷൻ കിട്ടിയുണ്ടോ? ഇനി നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ പോവാം. 100ഉം -20 എന്ന് വെച്ചാൽ എന്താ? 80 -60 I2 -30 I2 +30 I1. കാരണം എന്താ, ഈ ബ്രാക്കറ്റ് ഓർത്തോണേ, +30 I1 -50 I2 +50 I3 ഇസ് ഈക്വൽ ടു 0. ഈ -20 100 കൂടെ ആദ്യമേ സോൾവ് ചെയ്തായിരുന്നു, അപ്പോൾ 80 കിട്ടിയായിരുന്നു. ഇനി നമ്മൾ V ഇസ് ഈക്വൽ ടു IR എന്നുള്ള ഫോമിൽ എഴുതാം. V എന്ന് പറഞ്ഞാൽ എന്താ? 80 ഇസ് ഈക്വൽ ടു IR എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം I1 പിന്നെ I2 പിന്നെ I3 അങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ I1ൻ്റെ കോഎഫിഷ്യൻ്റ് എത്ര? ദാ ഇവിടെ, ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയില്ലേ, അപ്പം -30 I1 പിന്നെ I2ൻ്റെ വരുമ്പോഴത്തേക്കും എന്താ? 60യും 30യും 90യും 50യും 140 +140 I2. പിന്നെ I3യുടെ നോക്കണം, I3 50 ആണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -50 I3. ഇതിങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഇവിടെ കഴിഞ്ഞിട്ട് 80 ഇസ് ഈക്വൽ ടു 60 I2 +90 I2 -30 I1 +50 I2 -50 I3 എന്ന് എഴുതുക. എന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും, തെറ്റത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ 2 മെഷിൻ്റെ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫോർ മെഷ് 3. മെഷ് 3യുടെ കണ്ടുപിടിക്കണം. മെഷ് 3യുടെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവോ? നോക്കിക്കേ, ഇതാണ് I3 എന്ന് പറയുന്ന മെഷ്. I3 എന്ന് പറഞ്ഞ മെഷിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? നിങ്ങൾ തന്നെ പറ. I3 എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, 20 സ്റ്റാർട്ട് ചെയ്യുക. 50 സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചോ. 50 പ്ലസ്സിൽ കൂടെ ഇറങ്ങുന്നത്, അപ്പം +50, 20 കൂടെ ഇറങ്ങുന്നത് +20, പിന്നെ -50 ഇൻറ്റു ഇതിലേക്കൂടെ പോകുന്ന കറണ്ട്, അതായത് അറിയാലോ I3 താഴേന്ന് മേളിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്, I2 മേളിൽ നിന്ന് താഴോട്ടും. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. തേർഡ് മെഷ് ആയതുകൊണ്ട് I3ക്ക് പ്രയോറിറ്റി കൊടുത്തു. അപ്പം I3 -I2 എന്ന് എഴുതും. -40 ഇൻറ്റു ഇവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, I3 -I1 -10 I3 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. നോക്കാം, ഇതാ നോക്കിക്കേ, ഈ ലൂപ്പിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പം ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. 50 പോസിറ്റീവിൽ നിന്ന് ഇറങ്ങിയ +50 +20, കണ്ടോ, +50 +20 70 എന്ന് എഴുതി. ഇനി ഇവിടുത്തെ എന്ന് പറയുമ്പോൾ -50 ഇൻറ്റു I3യും I2വും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താ, I3ക്കാ പ്രയോറിറ്റി, തേർഡ് മെഷ് ആയതുകൊണ്ട്. അപ്പോൾ I3 -I2, കണ്ടോ, 50 ഇൻറ്റു I3 -I2
മൈനസ് ദ 40 കൂടെയോ I3യും I1ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സോ I3 മൈനസ് I1 മൈനസ് 40 ഇൻറ്റു I3 മൈനസ് I1. പിന്നെ അതാ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. എന്താ? -10I3 ഇസ് ഈക്വൽ ടു 0. ഇനി ഇവനെ സോൾവ് ചെയ്തേ. അപ്പം 50 + 20 70 ആയി. -50I3 + 50I2 -40I3 + 40I1 -10I3 ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ സോൾവ് ചെയ്യുമ്പോൾ 70 ഇസ് ഈക്വൽ ടു 50I3 -50I2 + 40I3 -40I1 + 10I3 എന്ന് കിട്ടും. അതായത് 70 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു. V ഈസ് ഈക്വൽ ടു IR. അതിനകത്ത് ഞാൻ പറഞ്ഞു IR എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ആദ്യം I1ൻ്റെ കോഎഫിഷ്യൻസ് സോൾവ് ചെയ്യണം, പിന്നെ I2ൻ്റെ, പിന്നെ I3യുടെ. അപ്പോൾ I1ൻ്റെ എടുക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ ആകെ I1 ഉള്ളത് ഏതാ? I40 മാത്രമേ ഉള്ളൂ. അപ്പം എന്താവും? -40 അപ്പുറത്തേക്ക് കൊണ്ടുവന്നില്ലേ? അപ്പം -40I1. അതാണ് -40I1. പിന്നെ I2ൻ്റെ ഏതാ ഉള്ളത്? I2ൻ്റെ ഇതാണ് -50I2. പിന്നെ നോക്കിക്കേ +100 ആണോ നോക്കിക്കേ. -50I3 -40 എന്ന് പറഞ്ഞാൽ -90യും -10ഉം -100 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 100I3. ഓക്കെ. അപ്പം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും ചെയ്തു. നമ്മൾ നമ്മുടെ സ്റ്റെപ്പ് 3 വരെ ചെയ്തു. അല്ല സോറി, സ്റ്റെപ്പ് 2 വരെ ചെയ്തു. സ്റ്റെപ്പ് 2 വരെ എന്നാ ചെയ്തത്? ആദ്യം മെഷസ് കണ്ടുപിടിച്ച് മെഷ് കറണ്ടിന് ഡയറക്ഷൻ കൊടുത്തു സ്റ്റെപ്പ് 1ൽ. സ്റ്റെപ്പ് 2ലായപ്പോഴത്തേക്ക് നമ്മൾ മെഷ് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. അതായത് ഓരോ മെഷിലും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് മെഷ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എഴുതിയ മെഷ് ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാനും ഒരു മാർഗമുണ്ടേ. അത് നോക്കിക്കോ. അതെന്നാന്ന് വെച്ചാൽ കുറേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്ന. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 0 ഇതിനകത്ത് ലൂപ്പ് വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ 0. അപ്പോൾ ഇത് 0 ശരിയാണ്. ഇനി I1 കറണ്ട് ഇതിലേക്കൂടെ ഒക്കെ ഫ്ലോ ചെയ്യാൻ നോക്കിക്കേ. 30 കൂടെ പോവും, 20 കൂടെ പോവും, 40 കൂടെ വരും അല്ലേ. അപ്പോൾ I1ന് കോമൺ ആയിട്ടുള്ള എല്ലാ റെസിസ്റ്റൻസും ഒന്ന് ആഡ് ചെയ്തേ. 30, 20, 40. അപ്പോൾ 30 + 20 50 + 40 എന്ന് പറഞ്ഞാൽ 90. നോക്കിക്കേ 90. കണ്ടോ? I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നത് 90. ഇനി I2 കറണ്ടോ? I2 കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ മെഷിൻ്റെ കാര്യമാണ്. I2 കറണ്ട് 30 ഓമിൽ കൂടെ I2 കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം എന്നാ എടുക്കണം? -30 എന്ന് ഇടണം. ദാ കണ്ടോ? -30. ഇനി I3 കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? അതാ ഈ 40 കൂടെ I3 കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും ഓപ്പോസിറ്റിലല്ലേ. അപ്പം -40. കണ്ടോ? -40. മനസ്സിലായോ? അപ്പം നമ്മളുടെ ആദ്യത്തെ മെഷ് ഇക്വേഷൻ ശരിയാണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. രണ്ടാമത്തെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാ? വോൾട്ടേജ് എടുത്തോ. വോൾട്ടേജ് ഈ ഡയറക്ഷനിൽ എടുക്കുക. ഇത് 100 + 20. നോക്കണേ, 100 ഇങ്ങനെ നമ്മൾ എടുത്ത് കറണ്ട് ലീവ് ചെയ്യുന്ന ഡയറക്ഷൻ വേണേ നോക്കാനേ. 100 പിന്നെ -20 എന്ന് പറഞ്ഞാൽ 80. ശരിയാണോ? ദാ 80. ഇനി നോക്കണ്ട ഏതാ? I1 കറണ്ട് മെഷ് 2ൽ ഇതിലേക്കൂടെ പോകുന്നുണ്ടോ നോക്കണം. I1 കറണ്ട് പോകുന്നത് 30 ഓമിൽ കൂടെ. അപ്പം I1 സോ മൈനസ് ഇട്ട് കൊടുത്തേക്കണം. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പം -30. കണ്ടോ? -30. ഇനി I2 കറണ്ടോ? I2 കറണ്ട് സ്വന്തം ലൂപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പം പോസിറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പം 60 + 30 + 50 ഇത്രയും എണ്ണത്തിൽ കൂടെയാണ് I2 ഫ്ലോ ചെയ്യുന്നത്. 60 + 30 എന്ന് പറഞ്ഞാൽ 90 + 50 എന്ന് പറഞ്ഞാൽ 140. അപ്പോൾ ഈ 140 കൂടെയും I2 കറണ്ട് മെഷ് 2ൽ കൂടെ പോകുന്നതുകൊണ്ട് +140 എന്ന് ഇട്ട് കൊടുക്കണം. ഇനി I2വും I3യും കൂടെ ഉള്ളത് നോക്കണം. മെഷ് 2ൽ I3 ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് 50 ഓമിൽ കൂടെ. ഈ I2ൻ്റെ I3യുടെ സൈൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -50. നോക്കേ, കണ്ടോ? -30 + 140 -50 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ ഇത് നോക്കണം. മെഷ് 3ൽ I1 കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. അത് -40. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. I3 എന്ന് പറഞ്ഞാൽ ഇതിലേക്കൂടെ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. I3 ഫ്ലോ ചെയ്യണമെങ്കിൽ 50 + 40 90 + 10 100. I3ക്ക് 100 കോഎഫിഷ്യൻറ്റ്. പിന്നെ -50.
I2 പോകുന്നത് 50 കൂടെ. ഇനി ഇത് നോക്കണം, വോൾട്ടേജിൻ്റെ കാര്യം നോക്കിയില്ല. ഇത് പോസിറ്റീവ് +20 ഇങ്ങനെ പോയി +50. അപ്പോൾ +20യും +50യും കൂടെ +70. നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ എഴുതിയ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണേ, ഇതിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാമെന്നുള്ള കാര്യം ഒന്നുകൂടെ പറയാണ്. നമ്മളുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ നോക്കണം. എങ്ങനെയാണ് ഇക്വേഷൻ നോക്കുന്നത്? ഇക്വേഷൻ നോക്കുമ്പോൾ I1 ഏതാണോ, ഇപ്പം ഫസ്റ്റ് മെഷിൻ്റെ ആണ് I1ൻ്റെ കോയിഫിഷ്യൻറ്റ് പ്ലസ് ആയിരിക്കും എന്ന് ഓർത്തോണം. സെക്കൻഡ് മെഷാണ് I2വിൻ്റെ കോയിഫിഷ്യൻറ്റ് പ്ലസ് ആയിരിക്കും. തേർഡ് മെഷാണ് I3ൻ്റെ കോയിഫിഷ്യൻറ്റ് പ്ലസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ മിക്കവാറും ചെയ്യുമ്പോൾ ഭൂരിഭാഗം കണക്കിനും I1 I2 I3, അതായത് ഈ നമ്മൾ മെട്രിക്സിൽ എഴുതിയില്ലേ, മെട്രിക്സിൽ എങ്ങനെ എഴുതുന്നത്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലാം എടുത്ത് ഇങ്ങോട്ട് എഴുതും 0 80 70. പിന്നെ I1 I2 I3യെ കോമൺ ആക്കി മാറ്റി നിർത്തും. I1ൻ്റെ കോയിഫിഷ്യൻറ്റ് 90 എടുക്കുന്നു, I1ൻ്റെ കോയിഫിഷ്യൻറ്റ് -30 താഴെ, -40 അതിൻ്റെ താഴെ. I2വിൻ്റെ ആവുമ്പം 30 -30 140 -50 -30 140 -50. ഇനി -40 50 100 ഇങ്ങനെ I3യുടെ കോയിഫിഷ്യൻസും എഴുതും. നമ്മളിങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്ന എന്തിനാ, മെട്രിക്സ് ഫോമിൽ തെറ്റാതെ എഴുതാൻ വേണ്ടിയാണ്. V = IR എന്നുള്ള മെട്രിക്സിൽ കൊണ്ടുവരണം. അപ്പം V കിട്ടി, V = IR എന്ന് ഡയമെൻഷൻ സെയിം ആകണമെങ്കിൽ നമ്മൾ മെട്രിക്സിൽ എഴുതുമ്പം V എന്ന് പറഞ്ഞാൽ എന്താ, 3 റോസും 1 കോളവും 3/1 ആണ്. അപ്പം 3/1 ആണ് എന്ത് ചെയ്യണം, റെസിസ്റ്റൻസിൻ്റെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3/3 3 റോസും 3 കോളംസും 3/3 3/3 ഇൻറ്റു 3/1 ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, 3/1 കിട്ടത്തുള്ളൂ. അപ്പോൾ 3 റോസും 3 കോളത്തെയും I1 I2 I3 3/1 മെട്രിക്സ് കൊണ്ട് വന്നാലേ ഈ ഡയമെൻഷൻ ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് V = IR എന്ന് എഴുതിയാലും നമ്മൾ മെട്രിക്സ് എഴുതുമ്പം V = RI എന്ന് എഴുതുന്നത്, നമ്മുടെ ഡയമെൻഷൻ ശരിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡയമെൻഷൻ ശരിയാക്കാൻ വേണ്ടി എഴുതി. അപ്പം V എന്ന് പറഞ്ഞതിൻ്റെ മെട്രിക്സ് എഴുതുക 0 80 70. ഇക്വേഷനിൽ നിന്ന് അതുപോലെ എഴുതി. Iയുടെ മെട്രിക്സ് എന്തായിരിക്കണം, I1 I2 I3. ഇനി എന്ത് ചെയ്യണം, I1ൻ്റെ കോയിഫിഷ്യൻറ്റിനൊക്കെ ആദ്യം എഴുതണം. I1ൻ്റെ കോയിഫിഷ്യൻറ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 90, സെക്കൻഡ് ഇക്വേഷനിൽ -30, തേർഡ് ഇക്വേഷനിൽ -40. അതുപോലെ I2ൻ്റെ കോയിഫിഷ്യൻറ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ -30 140 -50. ഇനി തേർഡ് നോക്കിക്കേ, -40 -50 100. തേർഡ് I3യുടെ കോയിഫിഷ്യൻസ് -40 -50 100. ഇത് നമ്മൾ വെരിഫൈ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ തന്നെയാണോ വെരിഫൈ ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അത് കൂടാതെ അതിൻ്റെ കൂടെ അഡീഷണൽ പറഞ്ഞു തരുക, അത് നിങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ടെക്നിക്ക്, അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഡയഗണൽ എലമെൻറ്റ്സ് പോസിറ്റീവാണ് അല്ലേ, ഡയഗണൽ എലമെൻറ്റ്സ് പോസിറ്റീവ് ആയിരിക്കും. അതായത് മെഷ് 1ൽ I1 പോസിറ്റീവ്, മെഷ് 2ൽ I2 പോസിറ്റീവ്, മെഷ് 3ൽ I3 പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് കണ്ടോ. I1ൻ്റെ എല്ലാം പോസിറ്റീവ് ആയിരിക്കും, ഡയഗണൽ എലമെൻറ്റ്സ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് നോക്കുമ്പം സെയിം ഡയറക്ഷൻ ആണ് പോസിറ്റീവ് അല്ലെ നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇനി ഓഫ് ഡയഗണൽ. അതായത് ഈ ഓഫ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻ്റ് അല്ലാത്ത എല്ലാ എലമെൻറ്റും. അപ്പോൾ അത് നോക്കിക്കേ, അത് നോക്കുമ്പോഴത്തേക്കും ഈ ഇക്വേഷനിൽ ഓഫ് ഡയഗണൽ അല്ലേ, അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും I1 എന്ന് പറഞ്ഞാൽ ഡയഗണലാണ്. ഇനി ഫസ്റ്റ് മെഷിൽ ഓഫ് ഡയഗണൽ ഏതൊക്കെയാണ്, 2ഉം 3ഉമാണ്. അപ്പം I1ഉം I3യും നമ്മൾ നോക്കും. I1ഉം I3 നോക്കുമ്പോൾ I1ൻ്റെ I3യുടെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്താ 1 3യിലും 3 1ലും -40 ഇട്ട് കൊടുത്തത്. 1 3യിൽ -40 കണ്ടോ. അത് തന്നെയാണ് 3 1ലെയും കറണ്ട് അപ്പോഴും -40. കാരണം എന്നാ, ഇവരുടെ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. ഇവരുടെ രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരുന്നെങ്കിൽ +40 ഇട്ട് കൊടുത്തേനെ. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് മെഷിലെ സെക്കൻഡ് കറണ്ട് I2. അപ്പം എന്താ, I1ഉം I2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -30 ഇട്ട് കൊടുത്തു. I1ഉം I2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -30. ഇതാ നോക്കിക്കേ, I1ഉം I2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -30. അത് തന്നെയല്ലേ, ആ സെയിം എലമെൻറ്റ് തന്നെയാണ് 2 1 എടുക്കുമ്പോഴും വരുന്നത്, അതുകൊണ്ട് -30 കണ്ടോ. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ
മെട്രിക്സ് എഴുതുമ്പം ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്ത് എഴുതാം. എങ്ങനെ ഒറ്റയടിക്ക്? ഇത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് ഇല്ലാതെ എഴുതാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ I1 എന്ന് പറയുമ്പം ഇവിടെയുള്ള ഈ ഫസ്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും സം എടുക്കണം. എല്ലാത്തിൻ്റെയും സം എടുക്കുമ്പോൾ നമുക്കിത് 20 + 40 + 30 എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 90 കിട്ടും. ഇനി അങ്ങനെ I2ൻ്റെ എന്ന് പറയുമ്പം ഡയഗണൽ എലമെന്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാ സമ്മ 60 + 30 + 50 എന്ന് പറഞ്ഞാൽ 140. കണ്ടോ, 140 എന്ന് കിട്ടി. I3യുടെ ഡയഗണൽ എലമെന്റ് എടുക്കുമ്പോഴത്തേക്കും 40 + 50 + 10, അതാണ് 100 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയത്. ഇനി ഓഫ് ഡയഗണൽ എടുക്കണം. 1ഉം 2ഉം തമ്മിലുള്ള 1ഉം 2ഉം തമ്മിൽ 1ൻ്റെയും 2ൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്താ? 30 -30. ഇനിയിപ്പോൾ ഈ 30യുടെ കൂടെ ഒരു 10 കൂടി ഇവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചോ. 30 + 10 40 -40 9. അപ്പൊ കോമൺ ആയിട്ടുള്ള എലമെന്റ് എടുക്കുക, അതിന്റെ സം എടുക്കുക, ഡയറക്ഷൻ നോക്കുക. ഇവിടെ 2ഉം 3ഉം തമ്മിലുള്ള നോക്കിക്കേ, 2ഉം 3ഉം തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -50. കണ്ടോ, 2ഉം 3ഉം 2 3 2 3 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് റോ 2 കോളം 3 -50. അതുപോലെ തന്നെയാണ് 3ഉം 2ഉം അല്ലേ? അപ്പം ഇൻ ഷോർട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മെട്രിക്സ് എടുക്കുമ്പം ഡയഗണൽ എലമെന്റ്സ് ശരിയാണോ എന്നറിയാൻ വി ഹാവ് ടു സം അപ്പ് ദ എന്താ current through the resistances, sum up the resistance values. Resistance values sum up ചെയ്താൽ മതി. ഡയഗണൽ എലമെന്റ് എടുക്കുമ്പോൾ ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സം അപ്പ് ചെയ്ത് മിക്കവാറും പോസിറ്റീവ് ആയിരിക്കും എല്ലാ പ്രാവശ്യവും. വളരെ ചെറിയ കേസസേ ഉള്ളൂ. ഇനി ഓഫ് ഡയഗണൽ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോണം, അപ്പർ മെട്രിക്സ് അതായത് സിമെട്രിക്കൽ ആയിരിക്കും. ഇതിൻ്റെ നേരെ സിമെട്രിക്കൽ ആയിരിക്കും, അല്ലെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ, അല്ലേ? ഇതാ നോക്കിയ 30 -30, 40 -40, 50 -50. കണ്ടോ, ഇത് സിമെട്രിക്കൽ മെട്രിക്സ് ആയിരിക്കും. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അതായത് ഈ മുകളിലത്തെ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും താഴത്തെ മെട്രിക്സും വരുന്നത്. മിറർ ഇമേജ് ആയിട്ട് വരും, സിമെട്രിക്കൽ മെട്രിക്സ് ആയിരിക്കും. അപ്പം നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കിയാൽ മതിയേ. അതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഇപ്പം നമ്മൾ മെട്രിക്സ് ഫോമിൽ റീഅറേഞ്ച് ചെയ്തു. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കാനാണ്. ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യം മെഷ് കറണ്ട് കണ്ടുപിടിക്കണ്ടേ? ഈ I1ഉം I2 I3യും കണ്ടുപിടിക്കണ്ടേ? I1ഉം I2ഉം I3യും കണ്ടുപിടിക്കാൻ ഞാൻ ഡിറ്റർമിനന്റ് മെത്തേഡ്, അതായത് I1 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് കോളത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് മാറ്റും. അതായത് 0 80 70 -30 140 50 അങ്ങനെ എഴുതും. നോക്കിക്കോണേ, ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ സാധനം. ഇതിനകത്തുനിന്ന് ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് കോളത്തെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതായത് 0 80 70 ബാക്കി സെയിമാ. -30 140 -50 -40 -50 100. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ ദ IR മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഞാൻ കണ്ടുപിടിച്ചാണ് 1.49 ആംപിയർ എന്ന് പറഞ്ഞത്. ഇത് ഡിറ്റർമിനൻറ്റ് മെത്തേഡാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട I1 I2 I3 അത് കണ്ടുപിടിക്കണേ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. R ഇൻവേഴ്സ് ഇൻറ്റു ഇതേ സാധനം ചെയ്താൽ നമുക്ക് I1 I2 I3 കണ്ടുപിടിക്കണം. അപ്പം ഇൻവേഴ്സ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ടാണ് കുറച്ച് കാൽക്കുലേഷൻ ടൈം കൂടുതൽ എടുക്കും. അതിലും എളുപ്പം നമുക്ക് ഈ ഡിറ്റർമിനന്റ് മെത്തേഡിൽ കാൽക്കുലേറ്ററിൽ കൂടെ എൻ്റർ ചെയ്ത് തരാം. ഇത് കാൽക്കുലേറ്ററിൽ കൂടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. ഈ മെട്രിക്സ് ഷിഫ്റ്റ് മാറ്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഫോമിൽ ചെല്ലുക, മെട്രിക്സ് മോഡിൽ ചെല്ലുക, എന്നിട്ട് ഷിഫ്റ്റ് മാറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡയമെൻഷൻ കൊടുത്ത് ഇതിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻറ്റു ഇത് ചെയ്താലും മതി. ഇനി നമ്മുടെ സിലബസിൽ മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മെട്രിക്സിലെ കാണിച്ചു തരിക. അപ്പം I1 കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് കോളം ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് R മെട്രിക്സ്. ഈ മെട്രിക്സ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഉള്ള ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചപ്പോഴാണ് 60100 എന്ന് എനിക്ക് കിട്ടിയത്. 60100. ഈ മെട്രിക്സ് ഇതുപോലൊക്കെ തന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ 0 ഒക്കെ അതാ ക്യാൻസൽ ആവും. എന്താ നോക്കിക്കുക, ഇവിടുത്തെ 0 എല്ലാം ഒറ്റയടിക്ക് കളഞ്ഞിട്ട് -3 -4 8 14 -5 7 -5 10 എന്ന് എഴുതായിരുന്നു. എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പം എന്താണെന്ന് വെച്ചാൽ സീറോസ് കാണില്ല, 601 എന്ന് പറഞ്ഞ് കിട്ടും.
അത്രേ ഉള്ളൂ. അത് നമ്മുടെ മെട്രിക്സ് കാൽക്കുലേഷൻ ഓൾറെഡി പഠിച്ചതല്ലേ +1-ലും +2-ലും. അപ്പോൾ I1ൻ്റെ കണ്ടുപിടിക്കണേ ഫസ്റ്റ് കോളത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് 3/3 മെട്രിക്സ്. സെക്കൻഡ് ആണ് എന്ത് ചെയ്യണം? സെക്കൻഡ് I2 ആ കണ്ടുപിടിക്കുന്നെങ്കിൽ സെക്കൻഡ് കോളത്തെ റീപ്ലേസ് ചെയ്യണം. അപ്പം നോക്കിക്കുക 90 -30 -40 അതുപോലെ എഴുതിയിട്ട് സെക്കൻഡ് കോളത്തെ റീപ്ലേസ് ചെയ്തു. 0 80 70 എന്ന് റീപ്ലേസ് ചെയ്തു. മറ്റത് സെയിം തന്നെയാണ്. -40 -50 100 ഇത് തന്നെയാണ്. -40 -50 100 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഈ സെയിം മെട്രിക്സ് ആണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. I3യുടെ കണ്ടുപിടിക്കണേൽ തേർഡ് കോളത്തെ റീപ്ലേസ് ചെയ്തു. തേർഡ് കോളം എന്ന് പറഞ്ഞാൽ -40 50 100 എന്നുള്ളതിന് പകരം 0 80 70 എന്ന് എഴുതി ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഇതിനെ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.49 1.65 2.12. ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് എന്താണ്? നമ്മളുടെ മെഷ് കറണ്ട് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്രാഞ്ച് കറണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞായിരുന്നു ബ്രാഞ്ച് കറണ്ട് വേറെ മെഷ് കറണ്ട് വേറെ. മെഷ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ മെഷിൽ കൂടെ കോമൺ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 I2 I3. അതല്ല ബ്രാഞ്ച് കറണ്ട്. ഫോർ എക്സാമ്പിൾ ഈ 40 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് 40 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? I1 - I3 അല്ലെ I3 - I1 ഏത് വേണേലാവാം. ഓക്കെ, അതാണ് എന്താ മെഷ് കറണ്ടിൻ്റെ ഡിഫറൻസ്. ഫേസർ സം ആണ് എന്ത്? ബ്രാഞ്ച് കറണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പം എനിക്ക് ഓൾറെഡി മെഷ് കറണ്ട് കിട്ടി I1 I2 I3. ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് കൂടിയ വാല്യൂ I3യുടെ ഡയറക്ഷനും I2 I1 ഈ മൂന്നെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഒരു കാര്യം ഓർത്തോണേ, ഇതിനകത്ത് എല്ലാം പോസിറ്റീവ് വാല്യൂവാണ്. ഇങ്ങനെ എല്ലാം പോസിറ്റീവ് വാല്യൂ കിട്ടിയതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അസ്യൂം ചെയ്തേക്കുന്ന ഡയറക്ഷൻ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മൂന്നെണ്ണം അസ്യൂം ചെയ്ത് എൻ്റെ ഡയറക്ഷൻ ശരിയായത് കൊണ്ടാണ് എന്ത് എനിക്ക് I1 I2 I3യുടെ വാല്യൂ പോസിറ്റീവ് കിട്ടിയത്. അത്ര ഓർത്തോണം. ഇനി ഞാൻ അസ്യൂം ചെയ്ത ഏതെങ്കിലും ഒന്ന് തെറ്റായിരുന്നെങ്കിൽ എനിക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിൻ്റെ അവിടെ ഇവിടെ ഒരു മൈനസ് വന്നേനെ. ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ശരിയായത് കൊണ്ടാണ് എനിക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ എല്ലാം പോസിറ്റീവ് വന്നത്. ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റായിരുന്നുവെങ്കിൽ ആ ഏത് ഡയറക്ഷനാണോ തെറ്റിയേ ആ കറണ്ടിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സൈൻ വന്നേനെ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതിനകത്ത് അങ്ങനെ മൈനസ് വന്നിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് പ്രോബ്ലം ചെയ്തതിനകത്ത് മൈനസ് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റായതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് കറണ്ട് അല്ലേ. അപ്പോൾ ബ്രാഞ്ച് കറണ്ട് എടുക്കുവാണേ. അപ്പം ബ്രാഞ്ച് കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓരോ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ടുമാണ്. അപ്പോൾ എന്ത് ചെയ്തു? I1 20 ഓം ആദ്യം ഞാൻ എടുത്തു. 20 ഓം എടുത്തപ്പോഴത്തേക്കും ഈ I1 കറണ്ട് തന്നെ. I1 കറണ്ട് എന്ന് പറഞ്ഞാൽ ദാ നോക്കിക്കേ, I1 എന്ന് പറഞ്ഞാൽ 1.49 ആണ്. I1 കറണ്ടാണ് ഫ്ലോ ചെയ്ത് ഈ ഡയറക്ഷൻ തന്നെ എടുത്തു. പോസിറ്റീവ് ആയിരുന്നല്ലോ എൻ്റെ ആൻസർ. സോ ഈ ഡയറക്ഷൻ എടുത്തപ്പം I-യുടെ 1 അതായത് കറണ്ട് ത്രൂ 20 ഓം എന്ന് പറഞ്ഞാൽ 1.49. ഇനി നോക്കണം കറണ്ട് ത്രൂ 30 ഓം. 30 ഓമിൻ്റെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. 30 ഓമിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ I2 ഉണ്ട് I1 ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടിയ വാല്യൂ ഏതാന്ന് നോക്കണം. I1ൻ്റെ വാല്യൂ 1.49 ആണ്. I2ൻ്റെ വാല്യൂ എന്നായിരുന്നു? 1.65 ആണ്. കണ്ടോ ഇവിടെ 1.65. I2ൻ്റെ വാല്യൂ 1.65ഉം I1ൻ്റെ വാല്യൂ 1.49ഉം. നമുക്കറിയാലോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ തിരിഞ്ഞ. അപ്പോൾ ഏറ്റവും കൂടിയ വാല്യൂ ഏതാ? I2ന് 1.65. അപ്പോൾ ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ I2ൻ്റെ ഡയറക്ഷനിലായിരിക്കും. അതായത് 1.65 മൈനസ് 1.49 എന്ന് പറഞ്ഞാൽ 0.16 ആംപിയർ. ദാ ഈ കറണ്ട് 0.16 ആംപിയർ ആണ് ഈ കറണ്ട് ഫ്ലോ. ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0.16 ആംപിയർ. ഇനി ഈ കറണ്ട് എങ്ങനെ പോകുന്നു നോക്കാം. ഇപ്പോൾ 30 ഓമിൻ്റെ കഴിഞ്ഞു. ഇനി 40 ഓമിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയാ? I3യും I1ഉം. I3യുടെ വാല്യൂ എത്രയാണെന്ന് ചെക്ക് ചെയ്തേ. I3യുടെ വാല്യൂ 2.12. ആഹാ, I3 ഈ കറണ്ടിൻ്റെ വാല്യൂ 2.12ഉം ഇത് 1.49 ആണ്. ഏതാ വലുത്? 2.12 അല്ലേ. അപ്പൊ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ,
ഏത് ഡയറക്ഷനിൽ? ഇതിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കാരണം ഇത് 2.12 കൂടിയ കറണ്ടിൻ്റെ ഡയറക്ഷനിലല്ലേ, ഇത് കൂടുതൽ ഇത് കുറവല്ലേ. അപ്പം ഈ ഡയറക്ഷൻ, ഞാൻ ഈ ഡയറക്ഷൻ അസ്യൂം ചെയ്തു. എന്നിട്ട് 2.12 മൈനസ് 1.64, അപ്പം എത്രയായി? 2.12 സോറി, ഇതാണ് I1 ആണ്. 40 ഓമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം എന്താ? I3 ആണ് വലിയ വാല്യൂ. I3 മൈനസ് I1. 2.12 മൈനസ് 1.49 വാല്യൂ ഇസ് 0.63. അപ്പം ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0.63. ഓക്കെ, അപ്പം ഇതിലൂടെ പോകുന്നത് 0.16 ഉള്ളൂ, പക്ഷെ ഇവിടെ വന്നപ്പോൾ 0.63 അപ്പോഴേ നമുക്കറിയാം ഈ കറണ്ടും എൻട്രി ചെയ്താലേ എത്രയാവുള്ളൂ എന്ന്. ശരി, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 50 ഓം, 50 ഓമിൻ്റെ എടുത്തേ. 50 ഓമിൻ്റെ എടുക്കുമ്പോൾ എങ്ങനെയാ? I2ഉം I3 I3യുടെ വാല്യൂ 2.12 കൂടുതലാണ്. I2 എന്ന് പറഞ്ഞാൽ 1.65 ആണെന്ന് തോന്നുന്നു അല്ലേ? 1.65 ആണ്. I2 1.65 ഉള്ളൂ, I3 2.12 ഉണ്ട്. അപ്പം പിന്നെ കൂടിയ ഡയറക്ഷൻ അല്ലേ, അതായത് I3യുടെ ഡയറക്ഷൻ. കറണ്ട് മേളിലോട്ടാണ്, കറണ്ട് ഇങ്ങോട്ട് എൻട്രി ചെയ്യാണ്. I3യുടെ വാല്യൂ എത്രയാന്ന് നോക്കിക്കേ. I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.12 മൈനസ് എന്താ 1.65. അത് നമ്മൾ നോക്കുമ്പോൾ 1.65. അപ്പം നമ്മൾ വാല്യൂ നോക്കണം. വാല്യൂ നോക്കുമ്പോഴത്തേക്കും സോറി, ഞാനിവിടെ 1.649 ആയിരുന്നു. അപ്പോൾ 1.65 എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടും 0.48. അപ്പം ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നില്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് തിരുത്തിക്കോട്ടെ. ഞാൻ തിരുത്തിയിട്ടുണ്ടേ. അതായത് 1.65 50 ഓം, 50 ഓമിൽ കൂടെ ഉള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ I3യുടെ വാല്യൂ 2.12ഉം I2ൻ്റെ വാല്യൂ 1.65. അപ്പോൾ കൂടുതൽ കറണ്ട് ഏത് ഡയറക്ഷനിലാണ്? താഴേന്ന് മേളിലോട്ട്, ക്ലോക്ക് വൈസ് അല്ലേ ഈ I3യുടെ ഡയറക്ഷൻ, താഴേന്ന് മേളിലോട്ട്. അപ്പോൾ എൻ്റെ കറണ്ട് താഴേന്ന് മേളിലോട്ടാണ് കയറി പോകുന്നത്. ഈ റെഡ് ആരോയുടെ ഡയറക്ഷനിലായിരിക്കും. അപ്പം അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അപ്പം I3 മൈനസ് I2 എന്ന് പറഞ്ഞാൽ എന്താ? I3 മൈനസ് I2 എന്ന് പറഞ്ഞാൽ 2.12 മൈനസ് 1.65 എനിക്ക് 0.47 കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം കറണ്ട് റൂള്. ഇവിടെ കറണ്ട് റൂൾ അപ്ലൈ ചെയ്ത് നോക്കിക്കേ. എച്ചിൻ്റെ അവിടെ കറണ്ട് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഈ കയറി വരുന്ന കറണ്ട് 30 ഓമിൽ കൂടെ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0.16 പ്ലസ് ഇതും കയറി വരികയാണ് അല്ലേ, 0.16 പ്ലസ് 0.47. 0.47 പ്ലസ് 0.16 ചെക്ക് ചെയ്ത് നോക്കിക്കേ, 0.63. അതാണ് ഈ ഇറങ്ങിപ്പോകുന്ന കറണ്ട് 40 ഓം. കണ്ടോ? 0.63. കണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? അതായത് ഞാൻ ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കിയത് ഞാൻ ചെയ്ത് ശരിയാണോന്നേ. എച്ച് എന്ന് പറഞ്ഞ നോഡിൽ ഞാൻ കറണ്ട് റൂൾ അപ്ലൈ ചെയ്ത് നോക്കി. അതായത് ഇൻകമിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ 30 ഓമിൽ കൂടെ ഉള്ള 0.16ഉം 50 ഓമിൽ കൂടെ ഉള്ള 0.47ഉം. അപ്പം 0.16ഉം 47ഉം കൂടെ കൂട്ടി നോക്കുമ്പോഴേ അറിയാം നമുക്ക് 0.63. ഓക്കെ, അപ്പോൾ ആ 0.63 ആണോ ഔട്ട് ഗോയിങ്? 40. കണ്ടോ? 0.63. അപ്പോൾ ഏതാണ്ട് കണ്ടുപിടിച്ച സെയിം ആണ്. അപ്പോൾ 20 കണ്ടു, 30 കണ്ടുപിടിച്ചു, 40 കണ്ടുപിടിച്ചു, 50 കണ്ടുപിടിച്ചു. ഇനി ഇതാ 2 റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. അതായത് കറണ്ട് ത്രൂ ദിസ് ബ്രാഞ്ച്, AB ബ്രാഞ്ച് കൂടെ ഉള്ളത്, അതായത് 60 ഓം. AB എന്ന് കൊടുക്കുന്നതിന് വരെ ഞാൻ ഡയറക്റ്റ് 60 ഓം എന്നാണ് കൊടുത്തത്. 60 ഓമിൽ കൂടെ ഉള്ള കറണ്ട് I2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ താഴേന്ന് മുകളിലോട്ട് I2 കയറുന്നത് 60 ഓമിൽ കൂടെ I2ൻ്റെ വാല്യൂ 1.65. അതേപോലെ തന്നെ 10 ഓമിൽ കൂടെ എന്ന് പറഞ്ഞാൽ 10 ഓമിൽ കൂടെ I3യേ ഉള്ളൂ. I3യുടെ ഡയറക്ഷൻ 2.12 ഉള്ള I3യുടെ തന്നെ 2.12 മേളിൽ നിന്ന് താഴോട്ടാണ്. ഇത്ര എഴുതി വെക്കുന്നതിന് 2 മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താന്ന് വെച്ചാൽ ചില ടെക്സ്റ്റ് ബുക്ക് എന്താന്ന് വെച്ചാൽ ചിലയിടത്തൊക്കെ ആണെങ്കിൽ മെഷ് കറണ്ട് മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ. മെഷ് കറണ്ട് മാത്രമല്ല കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടെ പറയുകയാണേ, മെഷ് കറണ്ട് മാത്രമല്ല, കറണ്ട് ത്രൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലെയും, ഫോർ എക്സാമ്പിൾ എ ബി എന്ന് പറഞ്ഞാൽ 60 ഓമാ, 60 ഓമിൽ കൂടെയുള്ള കറണ്ട് ത്രൂ AB, കറണ്ട് ത്രൂ BH, കറണ്ട് ത്രൂ HE, അതൊക്കെയാണ് ബ്രാഞ്ച് കറണ്ട്. അതും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മളുടെ സ്റ്റെപ്പ് കഴിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഫൈനൽ സ്റ്റെപ്പ് 3 കേട്ടോ. അതാ ഇവിടെ വീണ്ടും എറർ വന്നു. സ്റ്റെപ്പ് 3 ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ പ്രോബ്ലം ചെയ്തപ്പോൾ കിട്ടിയ ആൻസേഴ്സ്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കും.